അടിപൊളിയല്ലേ അളിയാ? എന്നിട്ട് എല്ലാം ഞാൻ പറയാം, നീയൊക്കെ കേട്ടാ മതി. പറയാനുള്ള മുതലല്ലയോണ്ണാ ഈ വരുന്നത്. മക്കള് നടക്ക. ഇവന്മാരെ ഞാൻ ശരിയാക്കി കൊടുക്കാം. അതേടാ പൊട്ടാസ, അല്ലതാ നിന്റെയൊക്കെ കെട്ടിയോളുമാരെ പോലെ ഒരു തവണ പൊട്ടിയാ ചീറ്റിപ്പോന്ന പൊട്ടാസ അല്ലടാ, മാലപ്പടക്കം പോലെ ചുറ്റിപ്പിണഞ്ഞങ്ങ് പൊട്ടും. അല്ല പിന്നെ പൊട്ടിക്കാൻ വന്നേക്കുന്നു തെണ്ടികള്. വേണു സാറേ, സാറേ. കണ്ണനും കുഞ്ഞാറ്റ എങ്ങോട്ടാ? അത് ഇതാരാ കൂടെ? ഇതാ മാഷേ ഞങ്ങളുടെ അമ്മ. നാളെ കുഞ്ഞാറ്റയുടെ പിറന്നാളാ മാഷേ. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ചന്തയിലോട്ട് പോവായിരുന്നു. മിടുക്കി, നാളെ പിറന്നാളാ അല്ലേ? ശരി, പുതിയ ഉടുപ്പൊക്കെ പോയി എടുക്ക. ശരി സാറേ, വാ. വേണു സാറേ, നാളെ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരുവോ? പിന്നെന്താ, പിറന്നാൾ സദ്യ ഒരുക്കി വെക്കുവോ? അതിനെന്താ സാറേ? വേണു സാറേ, സാറ് സ്വന്തം നാട് വിട്ട് സ്വയം ട്രാൻസ്ഫർ വാങ്ങി എന്തിനാണ് ഇത്രയും ദൂരം വന്നത്? ഓരോ വിധി. ഇവരെ പോലെ രണ്ട് പിള്ളേർ സാറേ എനിക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചുപോയത് എൻ്റെ ജീവിതം. കുറച്ചു മറവികളൊക്കെ നമുക്കും വേണ്ടേ സാറേ? അവർക്കാരുമില്ലേ സാർ? ക്ലാസ്സിൽ ഞാൻ അവരെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഈ കുരുന്നുകളെ കണ്ടപ്പോൾ എൻ്റെ മക്കളാണ് അവർ തോന്നുന്നത്. കഷ്ടമാണ് മാഷേ അവളുടെ ജീവിതം. കെട്ടിയോ മരിച്ചതിന് ശേഷം അവൻ്റെ കൂട്ടുകാരനൊരുത്തനാ അവളെ ഈ പണിക്കിറക്കിയത്. ആ കുട്ടികളുടെ കാര്യമാണ് സാറേ കഷ്ടം. ക്ലാസ്സിൽ മറ്റു കുട്ടികൾ ഇവരെ കളിയാക്കുമ്പോൾ പിഞ്ചു മനസ്സല്ലേ. എന്ത് ചെയ്യാനാ? ശരി മാഷേ, അപ്പൊ പിന്നെ കാണാം. എനിക്ക് പഞ്ചായത്തിൽ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട്. ശരി. അപ്പൊ ശരി. ശരിയടി, കാണാം. സാറേ, ഒരു 100 രൂപയെങ്കിലും തന്നേച്ചു പോ സാറേ. ജീവിക്കാൻ വേണ്ടിയല്ലേ? എന്നോട് കാശ് വയ്ക്കാൻ നീ ആയോ? ഓടി. അവിടെ ഒരു നിന്നെ ഞാൻ വെട്ടിയേ. ചേട്ടൻ കള്ളക്കളി കളിക്കുക. മോനെ, അമ്മേ, ദേ വേണു മാഷു വന്ന്. മാഷേ. മക്കളെ. മാഷോ? മാഷു വരുന്ന ഇത്രയും പ്രതീക്ഷിച്ചില്ല. കേറിയിരിക്കെ. മോളെ, ഹാപ്പി ബർത്ത്ഡേ. സാറേ, താങ്ക് യു. ഓ ശരി. മക്കൾ പോയി കളിക്കേ. വിളിക്കുമ്പോ വന്നാ മതി. സേതു എങ്ങനെ ഇങ്ങനെയായത്? ജീവിക്കാൻ വേണ്ടിയാ. ജീവിക്കാൻ വേണ്ടത് ഞാൻ തന്നാൽ ഈ പണി നിർത്താൻ തയ്യാറാണോ?
ശരി, എന്താ വെച്ചാൽ ആലോചിച്ച് പറ. ഉം. ദേ, ഉം. എന്നാ ഇരിക്കട്ടെ, ഭാഗത്തേക്ക് വാ. ഈ പണിയൊക്കെ ഞാൻ നിർത്തി. ഈ പണിയും പറഞ്ഞ് എന്റെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെ കുറ്റിച്ചൂലെടുക്കും ഞാൻ. അപ്പൊ നീ നന്നാകാൻ തീരുമാനിച്ചില്ലയോ? ഉം. നടക്കട്ടെ കേട്ടോ, നിന്നെ ഞാൻ എടുത്തോളാം അവിടെ. ഓ ചേട്ടൻ ചെല്ല്. കുട്ടികൾ എന്തിയെ? താനെന്താടോ സ്വപ്ന ലോകത്താണോ? ഹേയ് മാഷെപ്പോ വന്നു? ഇതാ വന്നതേ ഉള്ളൂ. വാ മാഷേ. ഒന്ന് പെട്ടെന്ന് വാ സാറേ, ഇന്ന് ഇവളുടെ കള്ളി ഞാൻ പൊളിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ആരുമില്ല ഇവിടെ. എന്തൊരു കോടി അവിടെ? അത് ചവിട്ടി പൊളിക്കണോ? നിന്നോടല്ലേ എന്താ സാറേ? എന്താണെന്ന് നിനക്ക് അറിയണോ? ഇറക്കി വിടടേ അവനെ. അതോ ഞങ്ങൾ കയറി നിരങ്ങണോ? ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചോ നിന്റെ വ്യഭിചാരം? രണ്ടും കൂടെ വാ, പോകാം. എന്താ സാറേ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ തീർത്തോളാം. പട്ടാപ്പകൽ ഇവിടുന്ന് വലിഞ്ഞു കയറി വന്ന വരത്തിനെ അകത്ത് കയറ്റി വെച്ചിട്ടാ അവളുടെ ഒരു വ്യഭിചാരം. സാറ് കൂടുതലൊന്നും സംസാരിക്കണ്ട. സാർ ഉൾപ്പെടെ ഇതിൽ ഏതേലും ഒരുത്തന്മാരുണ്ടോ എന്റെ ശരീരത്തെ ചൂടറിയാതെ 100 കാശി വന്ന് സഹായിച്ചോമാര്? ഒരു നൂൽബന്ധമില്ലാതെ ഈ ഏമാന്റെ മുമ്പിൽ 1 മണിക്കൂറോളം ഞാൻ കിടന്നിട്ടുണ്ട്. അന്നില്ലാത്ത സദാചാരം പൊക്കിക്കൊണ്ട് ഇപ്പൊ വന്നേക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ ചൂടറിഞ്ഞവരല്ലേ? ഇനിയുള്ള കാലം ഞാൻ മാത്രം മതി. ഞാനിനി ഇവിളയാൻ കെട്ടാൻ പോവുക. നീ വാടി. നന്നാവാനും സമ്മതിക്കില്ല നാശങ്ങള്. ഇനി എന്തോന്ന് നിൽക്കുവാ സാറേ? വാ നമുക്ക് പോകാം. പൊട്ടാസും പൊട്ടി പോകുകയും.